ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോർമലി ക്യാൻവ യൂസ് ചെയ്യുന്നത് ഫോട്ടോ ഡിസൈനിങ്ങിന്, അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈന്, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റീൽസിനുള്ള വീഡിയോ എഡിറ്റിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നോർമലി നമ്മൾ ക്യാൻവ യൂസ് ചെയ്യുന്നത്. എന്നാൽ ക്യാൻവ യൂസ് ചെയ്ത് നമുക്ക് ഇപ്പോൾ പോൾസും അതുപോലെ തന്നെ ക്വിസസും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്യാൻവ ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ട ഒരു ക്യാൻവാസ് സൈസ് ഡിസൈൻ ചെയ്യുക. അത് ഇൻസ്റ്റഗ്രാം സൈസോ ഏതെങ്കിലും ഒരു സൈസിൽ നിങ്ങളൊരു ക്യാൻവാസ് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എലമെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് എലമെന്റ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കാണാൻ പറ്റും പോൾസ് ആൻഡ് ക്യൂസസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ സി ഓൾ എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സി ഓൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ക്യൂസും കാണാം, നിങ്ങൾക്ക് പോൾസും കാണാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു പോള് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ സി ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഞാനിവിടെ ജസ്റ്റ് ഒരു പോള് ഒരു ഡിസൈൻ, ഇതിൽ ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണാം, അതിലേതെങ്കിലും ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്തു. അതിനുശേഷം എനിക്ക് ഇതിൻ്റെ ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാനിവിടെ ആഡ് എ പോൾ ക്വസ്റ്റ്യൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തതിനു ശേഷം ആർ യു കറൻ്റ്ലി റണ്ണിങ് മെറ്റ ആഡ്സ്, അതായത് കറൻ്റ്ലി മെറ്റ ആഡ്സ് റൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയണം. ഓക്കെ, അപ്പോൾ അതിന് എഗ്രി എന്നുള്ളതിന് പകരം ഞാനിവിടെ ജസ്റ്റ് യെസ്, അതിന് പോലെ തന്നെ ഡിസഗ്രി എന്നുള്ളതിന് പകരം ഞാനിവിടെ ജസ്റ്റ് നോ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ കണ്ടന്റ് റെഡി. ഇനി ഇതിൻ്റെ റെസ്പോൺസസ് എവിടെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസ്പോൺസസ് എന്നുള്ള ടാബിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ റെസ്പോൺസസ് അറിയാൻ പറ്റും. എത്ര പേര് യെസ് ക്ലിക്ക് ചെയ്തു, എത്ര പേര് നോ ക്ലിക്ക് ചെയ്തു എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹെഡറിൻ്റെ ഈ ഒരു കളർ വേണമെങ്കിൽ മാറ്റാം, അതുപോലെ ബോഡി കളർ മാറ്റാം. പിന്നെ കോർണർ റൗണ്ട് ആക്കണം എന്നുണ്ടെങ്കിൽ, കോർണർ കുറച്ച് കണ്ടില്ല, ഇത് ഞാൻ ഇങ്ങനെ ആക്കുന്നതിനനുസരിച്ച് കോർണർ റൗണ്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ റൗണ്ട് ചെയ്യണം, എന്ത് റൗണ്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി കൂട്ടുകയോ കുറയ്ക്കുകയോ വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് വരുത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഷെയർ ബട്ടൺ എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പബ്ലിക് വ്യൂ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് ആ പബ്ലിക് വ്യൂ ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. പബ്ലിക് വ്യൂ ലിങ്ക് എന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഈ ഒരു കോപ്പി ലിങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ജസ്റ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ കോപ്പി ലിങ്ക് എന്നുള്ളത് ചൂസ് ചെയ്തു. ചില സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കോപ്പി ലിങ്ക് എന്നുള്ളതായിരിക്കില്ല കാണിക്കുക, അവിടെ ക്രിയേറ്റ് എ പബ്ലിക് ലിങ്ക് എന്നുള്ളതായിരിക്കും കാണിക്കുക, ഒരു ബട്ടൺ ആയിരിക്കും കാണിക്കുക. അപ്പോൾ ആ ക്രിയേറ്റ് പബ്ലിക് ലിങ്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ കോപ്പി ലിങ്ക് കൊടുക്കുക. ഈ ലിങ്കാണ് നമ്മളെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ആരെ കൊണ്ടാണോ നമുക്ക് ഈ പോൾസ് ചെയ്യിക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഇത് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് ഈ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഞാനത് നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ, അതിലിപ്പം ഞാനിവിടെ യെസ് കൊടുത്തു എന്നായിരിക്കും. ഓക്കെ, യെസ് കൊടുത്തു, ഒരു പോട്ടെ. അതിന് ശേഷം നമ്മളിപ്പം ക്യാൻവയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഈ ഒരു റെസ്പോൺസസ് എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരു റെസ്പോണ്ടറിൻ്റെ പേര് ബൗദ്ധ യെസ്, ടൈം, ഡേറ്റ്, ഏത് ടൈമിലാണല്ലേ. ഇതേപോലെ നമുക്ക് എത്ര പേര് യെസ് എത്ര പേര് നോ എന്നുള്ള രീതിയിൽ നമുക്ക് പോൾസ് എടുക്കാം. അതുപോലെ തന്നെ ക്യൂസ് നടത്താം. ഇപ്പം മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമുക്ക് ക്യൂസ് നടത്താൻ പറ്റും, പോൾസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ റെസ്പോൺസസ് നമുക്ക് ഇതേവരെ കളക്ട് ചെയ്യാൻ പറ്റും. ഇനി ഈ റെസ്പോൺസസ് ക്ലിയർ ചെയ്തിട്ട് എനിക്ക് വീണ്ടും ഇത് അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് കൊടുക്കണമെന്നായിരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് ഇത് ഇവിടെ ഈ ഒരു ത്രീ ഡോട്ട്സിൽ ക്ലിക്കിയിട്ട് റീസെറ്റ് ഓൾ റെസ്പോൺസ് തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, റീസെറ്റ് ഓൾ റെസ്പോൺസ് എന്ന് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഈ വന്ന റെസ്പോൺസസ് എല്ലാം തന്നെ റീസെറ്റ് ആവും. റീസെറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം ലിങ്ക് തന്നെ അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ തന്നെ ഈ വരുന്ന റെസ്പോൺസസ് നിങ്ങൾക്ക് CSV ഫയലായിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ, എക്സലിലേക്ക് CSV ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്യാൻവ യൂസ് ചെയ്തിട്ട് പോൾസും ക്യൂസസും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെടുത്തിച്ചാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളായിട്ട് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.